ടോപ്പ് മാനേജ്മെൻറ്റിൻ്റെ 10ാമത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ കാണിക്കുന്നത് സോഹിങ്ങിൻ്റെയും ഹേനയുടെയും വീഡിയോ കാണിച്ചുകൊണ്ടാണ്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന മിസ്റ്റർ കിം ആണെങ്കിൽ ഇവരുടെ കാര്യം ഓർത്ത് എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇവരുടെ ഈ കെമിസ്ട്രി എത്ര ഭംഗിയായിട്ടാണ് മിസ്റ്റർ ബാങ് എഡിറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. യിൻസാങ് ആണെങ്കിൽ മിസ്റ്റർ കിം പറഞ്ഞു ശരിയാ, മിസ്റ്റർ ബാങ് അവരെ നല്ല കപ്പിൾസ് ആക്കിയിട്ടുണ്ട്. ഇനി ഇവർ ശരിക്കും റിയൽ കപ്പിൾസ് ആയാലോ? നിങ്ങൾ ആ വീഡിയോയിൽ നോക്കിക്കേ, രണ്ടുപേരും നോക്കിയിരിക്കുക, കണ്ണെടുത്ത് മാറ്റുന്ന പോലില്ല രണ്ടുപേരും. ഇത് കേട്ട മിസ്റ്റർ കിം ആണെങ്കിൽ നീ എന്തായി പറയാൻ ഉദ്ദേശിച്ചു വരുന്നത്? യുൻബിനാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇവരെ കണ്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഇഷ്ടമുണ്ടെന്ന്. എന്തായാലും നിങ്ങൾ രണ്ടുപേരും ഒന്ന് ഇവരുടെ മേലെ കണ്ണു വെക്കുന്നത് നല്ലതാ, അല്ലെങ്കിൽ ലാസ്റ്റ് നിങ്ങൾക്കായിരിക്കും പണി കിട്ടുന്നത് എന്ന് യുൻബിൻ പറയുകയാണ്. ഇത് കേട്ട മിസ്റ്റർ കിം ആണെങ്കിൽ ഇങ്ങനെയൊന്നും പറയല്ലേ യുൻബിൻ, അവരുടെ ആൽബം എന്തായാലും എത്ര പെട്ടെന്ന് റിലീസാവും. ഇതൊക്കെ കേട്ടിരിക്കുന്ന യിൻസാങ് ആണെങ്കിൽ ഇനി ഞാൻ കണ്ട ഡ്രീം വല്ല ട്രൂ ആവോ? ഇനി ഇവർ കിസ് ചെയ്യുന്ന ടൈമിൽ മീഡിയക്കാർ വല്ല വീഡിയോ ഷൂട്ട് ചെയ്താലോ? ഇതൊക്കെ ആലോചിച്ചാണെങ്കിൽ യിൻസാങ് ടെൻഷൻ ആവുന്നുണ്ട്. മിസ്റ്റർ കിം ആണെങ്കിൽ മൊബൈൽ നോക്കിയിട്ട് ഇതിപ്പോൾ സോഹ്യും ഹേനനെ വെട്ടിച്ചല്ലോ അഭിനയത്തിൽ. യുൻബിനാണെങ്കിൽ ആ വീഡിയോ കണ്ടിട്ട് ഇതിപ്പോൾ എന്നെ കാട്ടി ഇടുന്നുണ്ടല്ലോ യിൻസാങ്. ഇത് കണ്ട യിൻസാങ് ആണെങ്കിൽ ഒന്ന് ഷോക്കാവുകയാണ്. പിന്നെ കാണിക്കുന്നത് സോഹിങ്ങിനെയാണ്. സോഹിങ്ങാണെങ്കിൽ ഇപ്പോൾ ഉള്ളത് സ്റ്റോറിലാണ്. അവിടെ നിൽക്കുന്ന എല്ലാവരാണെങ്കിൽ ഇവനെ തിരിച്ചറിയുന്നുണ്ട്. അവരാണെങ്കിൽ ഇവനറിയാതെ ഫോട്ടോസ് കൊടുക്കുന്നുണ്ട്, കാരണം അവനിപ്പോൾ വൈറലാണല്ലോ. അത് കഴിഞ്ഞ് നമ്മുടെ സോഹിങ് സ്റ്റുഡിയോയിലിരിക്കുമ്പോൾ പെട്ടെന്ന് അവിടേക്ക് ടിയോ വരുന്നു. ടിയോ ആണെങ്കിൽ സോഹിങ്ങിൻ്റെ അടുത്തായി, നീ ഇന്ന് സ്റ്റോറി പോയായിരുന്നോ? മുഖമൊന്നും ഹൈഡ് ചെയ്തില്ലേ നീ? ഇല്ല. ടിയോ ആണെങ്കിൽ അവൻ്റെ അടുത്തായി പറയുകയാണ്, നമ്മളിപ്പോൾ ടോപ്പ് സെർച്ചിലാണ് നമ്മളുടെ നെയിം വരുന്നതെങ്കിൽ നമ്മൾ എവിടെ പോയാലും നമ്മുടെ ഫേസ് ഹൈഡ് ചെയ്യണം. അതുകൊണ്ട് ഞാൻ നിനക്ക് കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്, നിൻ്റെ മുഖം കവർ ചെയ്യാൻ വേണ്ടി. നോക്കുമ്പോൾ അതിൽ മാസ്കും ക്യാപ്പുമാണ് ഉള്ളത്. സോഹിങ് ആണെങ്കിൽ അതൊക്കെ നോക്കിയിട്ട് ടിയോൻ്റെ അടുത്തായി താങ്ക്സ് പറയുന്നുണ്ട്. ടിയോ ആണെങ്കിൽ എനിക്ക് താങ്ക്സ് ഒന്നും വേണ്ട, പകരം നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം. ഞാനൊരു സോങ് റൈറ്റ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതൊന്ന് ടേക്കാക്കാൻ വേണ്ടി നീ എന്നൊന്ന് ഹെൽപ്പ് ചെയ്യണം. സോഹിങ് ആണെങ്കിൽ അതിന് സമ്മതിക്കുന്നുണ്ട്. അവിടെ വന്ന യിൻസാങ് ആണെങ്കിൽ ഇതെല്ലാം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ടിയോ ആണെങ്കിൽ യിൻസാങ്ങിനെ കണ്ടതും, നീ എന്തിനാ ഇങ്ങനെ മിണ്ടാതെ ഞങ്ങളെ തന്നെ രണ്ടുപേരെ നോക്കിക്കൊണ്ടിരിക്കുന്ന? എനിക്കെന്താ നിങ്ങളെ രണ്ടുപേരും നോക്കാൻ പാടില്ലേ? ഇനി നിങ്ങൾ രണ്ടുപേരും എന്നിൽ നിന്ന് എന്തെങ്കിലും മറച്ചു വെക്കുന്നുണ്ടോ? ഞങ്ങൾ രണ്ടുപേരും എന്ത് മറിച്ചൊക്കെ, ഞങ്ങൾ രണ്ടുപേരും ഇവിടെ സോങ്ങിനെ പറ്റി പറയുകയായിരുന്നു. യിൻസാങ് ആണെങ്കിൽ എൻ്റെ രണ്ട് കണ്ണും നിങ്ങളുടെ മേലെ ഉണ്ടാവും എന്നുള്ളൊരു ആക്ഷൻ കാണിച്ച് അവിടെ നിന്ന് പോകുന്നു. ഇത് കണ്ട് ടിയോ ആണെങ്കിൽ ഇവളെന്താ ഇത്ര വിയേർഡായിട്ട് പെരുമാറണ? സോഹിങ് ആണെങ്കിൽ ഈയിടെയായിട്ട് അവളിപ്പോൾ ഇങ്ങനെ പെരുമാറുന്നത് എന്ന് പറയുകയാണ്. സീൻ ചേഞ്ച് ആയി പിന്നെ കാണിക്കുന്നത് ഷൂട്ടിംഗ് സ്ഥലത്താണ്. ഷൂട്ടിംഗ് സ്ഥലത്തായി ഹേനയുടെ പേരിൽ ഒരു കോഫി ട്രക്ക് കാണുകയാണ്. അവിടെ ആണെങ്കിൽ അവളുടെ ഫാൻസ് ഉണ്ട്. അവിടെ തന്നെ കോഫി കുടിച്ച് നമ്മുടെ ഹേനയും സോയിങ്ങും സംസാരിച്ചിരിക്കുന്നുണ്ട്. പെട്ടെന്ന് അവിടെ രണ്ട് ഗേൾസ് കാണുകയാണ്. ആ രണ്ട് ഗേൾസ് ആണെങ്കിൽ നമ്മുടെ യിൻസാങ്ങിൻ്റെ അടുത്തായി, നിങ്ങൾ 100 പ്രോമിസിലെ ഒരു മെമ്പർ അല്ലായിരുന്നോ? നിങ്ങളിപ്പോൾ സോൾ ടീമിൻ്റെ മാനേജറാണല്ലേ? യിൻസാങ് ആണെങ്കിൽ അതേന്ന് പറയാണ്. ആ പെൺകുട്ടികളാണെങ്കിൽ നിങ്ങളെ ഞങ്ങൾ ഷോയിൽ കണ്ടായിരുന്നു, നിങ്ങളെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അതുമല്ലാതെ നിങ്ങൾ 100 പ്രോമിസിലുള്ളപ്പോൾ ഞാൻ നിങ്ങളെ വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് കേട്ട യിൻസാങ് ആണെങ്കിൽ അവരുടെ അടുത്ത് താങ്ക്സ് പറയുകയാണ്. ആ പെൺകുട്ടികളാണെങ്കിൽ യിൻസാങ്ങിൻ്റെ അടുത്തായി, അന്ന് നമുക്കൊരു ഫോട്ടോ എടുത്ത് തരാമോ? അവളാണെങ്കിൽ നിങ്ങൾ എന്തായി പറയുന്ന? ഞാൻ ജസ്റ്റ് ഒരു മാനേജർ മാത്രമാണ്, എല്ലാ മാമിനായിട്ടല്ല, ഹേനേനായിട്ടും അതേപോലെ സോയിങ്ങിനായിട്ടും ഞങ്ങൾക്കൊരു ഫോട്ടോ എടുത്ത് തരാമോ എന്ന്. അവളാണെങ്കിൽ ആ എടുത്ത് തരാമല്ലോ എന്ന് പറയുകയാണ്. യിൻസാങ് ആണെങ്കിൽ അവർക്ക് ഫോട്ടോ എടുത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ പെൺകുട്ടികളോടൊന്ന് പോയത് നമ്മുടെ ഹേന സോയിങ്ങിൻ്റെ അടുത്തായി, എൻ്റെ ഫാൻസ് അങ്ങനെ ഒരു ബോയ് സെലിബ്രിറ്റീനെ ഇഷ്ടപ്പെടാത്തതാണ്, പക്ഷേ അവർ നിന്നെ ഇപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ട്. എനിക്കെന്തായാലും ഇനിയും നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യണം. ഏയ് നീ വിചാരിക്കുന്ന പോലെയല്ല, നീ കാരണം കൊണ്ട് അവരെന്നെ ഇഷ്ടപ്പെടണേ എന്ന് നമ്മുടെ സോഹിം പറയുകയാണ്. എന്നെയാണെങ്കിൽ അവൻ്റെ നമ്പർ ചോദിക്കുന്നുണ്ട്. പക്ഷേ സോഹിങ് ആണെങ്കിൽ നീയല്ലേ എൻ്റെ അടുത്ത് ലാസ്റ്റ് ടൈം പറഞ്ഞത് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ നിൻ്റെ മാനേജറിനെ കോൺടാക്ട് ചെയ്താൽ മതിയെന്ന്. അവളാണെങ്കിൽ അത് കേൾക്കാതെ സോഹിങ്ങിൻ്റെ കയ്യിൽ നിന്ന് മൊബൈൽ മേടിച്ച് നമ്പർ ഡയൽ ചെയ്യുകയാണ്. ഇതൊക്കെയാണെങ്കിൽ നമ്മുടെ യിൻസാങ് ശ്രദ്ധിക്കുന്നുണ്ട്. അതേപോലെ യിൻസാങ്ങിൻ്റെ പിറകിൽ നിന്ന് മിസ്സിസ് ഗോങ്ങും കാണുന്നുണ്ടായിരുന്നു. നമ്മുടെ ഹേനയാണെങ്കിൽ സോഹിങ്ങിൻ്റെ അടുത്ത്, അപ്പോൾ എനിക്ക് രാത്രിയിൽ നിന്നെ ചാറ്റ് ചെയ്യാനൊക്കെ പറ്റുമോ? അവനാണെങ്കിൽ നിനക്ക് എപ്പോൾ വേണമെങ്കിലും എനിക്ക് മെസ്സേജ് ഇടാം എന്ന് പറയുകയാണ്. യിൻസാങ് അവരുടെ അടുത്തേക്ക് ചെല്ലാൻ പോയതും നമ്മുടെ മിസ്സിസ് ഗോങ് അവളെ തടയുകയാണ്. മിസ്സിസ് ഗോങ് ആണെങ്കിൽ നിന്നെ മിസ്റ്റർ ബാങ് വിളിക്കുന്നുണ്ട്, നീ അതുകൊണ്ട് എൻ്റെ ഒപ്പം വാ എന്ന് പറഞ്ഞ് മിസ്സിസ് ഗോങ് ആണെങ്കിൽ നമ്മുടെ സോഹിങ്ങിനെയും ഹേനേനെയും നോക്കിയിട്ട്, നിങ്ങൾ എത്ര വേണമെങ്കിലും സംസാരിച്ചു, ഇവിടെ ഇപ്പോൾ ക്യാമറ ഇല്ല എന്ന് പറഞ്ഞ് നമ്മുടെ യിൻസാങ്ങിനെ അവിടെ നിന്നും കൊണ്ടുപോകുന്നു. സോഹിങ് ആണെങ്കിൽ യിൻസാങ് പോകുന്നത് നോക്കി നിൽക്കുകയാണ്. ഇത് കണ്ട നമ്മുടെ ഹേനാണെങ്കിൽ നീ എന്താ അങ്ങോട്ട് നോക്കുന്നത്? ഏയ് ഒന്നുമില്ല, നിനക്ക് ഓർമ്മയുണ്ടല്ലോ, ഞാൻ എപ്പോൾ വേണമെങ്കിലും
നിനക്ക് മെസ്സേജ് ഇടും, അതുകൊണ്ട് നീ റെഡി ആയിരുന്നോ എന്ന് നമ്മുടെ ഹേന പറയുകയാണ്. അവനാണെങ്കിൽ ഓക്കെ എന്ന് പറയുകയാണ്. പിന്നെ കാണിക്കുന്നത് മിസ്റ്റർ ബാങ്ങിനാണ്. മിസ്റ്റർ ബാങ് ആണെങ്കിൽ നീ എന്തായി പറയുന്ന, നിങ്ങൾ അവരുടെ ഇടയിലത് ഈ കെമിസ്ട്രി കൊണ്ടുവരല്ലേ, നീ എന്തായി പറഞ്ഞു വരുന്നത്? ഞാൻ പറഞ്ഞത് അവരുടെ ഇടയിലായി മ്യൂസിക് കെമിസ്ട്രി മാത്രമേ പാടുള്ളൂ, വേറൊന്നും വരാൻ പാടില്ല. മിസ്റ്റർ ബാങ് ആണെങ്കിൽ ഞാൻ ഇതിനെപ്പറ്റി നിൻ്റെ അടുത്ത് മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഇമോഷണൽ കെമിസ്ട്രി കൂടിയാലേ ഇവിടെ മ്യൂസിക് കെമിസ്ട്രിയും വർക്കാവുള്ളൂ, അതുകൊണ്ട് നമുക്ക് തന്നെയാണ് ഗുണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് നീ അവരെ സീക്രട്ടായിട്ട് ഒന്ന് മീറ്റ് ചെയ്യിപ്പിക്കുക, അപ്പോൾ അവർ കൂടുതലും ക്ലോസ് ആവും. ഇത് കേട്ട യിങ്സങ് ആണെങ്കിൽ എൻ്റെ ജോലി ആർട്ടിസ്റ്റിനെ മാനേജ് ചെയ്യുക എന്നാണ്, അല്ലാതെ വേറൊന്നും ചെയ്യാനല്ല. അവിടേക്കാണെങ്കിൽ പെട്ടെന്ന് മിസ്സസ് ഗോങ് വരെയാണ്. മിസ്സസ് ഗോങ് ആണെങ്കിൽ യിങ്സങ്ങിൻ്റെ അടുത്തായി പറയുകയാണ്, നീ ഹോളിവുഡ് ഷോസ് നോക്ക്, അവരിപ്പോൾ ഒരാളെ ലൈക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ കൂടുതൽ ഫീലിങ്സ് ആയിട്ടായിരിക്കും സംസാരിക്കുന്നത്, അതുകൊണ്ട് അവരുടെ ഫാൻസും അവരെ സപ്പോർട്ട് ചെയ്യും. യിങ്സങ് ആണെങ്കിൽ ഇത് കൊറിയയാണെന്ന് പറയുകയാണ്. മിസ്റ്റർ ബാങ് ആണെങ്കിൽ കൊറിയയും എന്തായാലും ചേഞ്ച് ആവും, കാരണം പ്രണയമുണ്ടെങ്കിലേ മ്യൂസിക് ഉണ്ടാവുള്ളൂ. ഇനിയിപ്പോൾ അഥവാ ഇത് സംഭവിച്ചില്ലെങ്കിൽ പിന്നെ നമ്മ എന്ത് ചെയ്യും? ഇപ്പം ഒരു ഡെത്ത് സോങ് എഴുതാൻ അയാൾ ശരിക്കും മരിക്കണം എന്ന് യിങ്സങ് ചോദിക്കുകയാണ്. മിസ്റ്റർ ബാങ് ആണെങ്കിൽ യിങ്സങ്ങിനെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. പെട്ടെന്ന് അവിടേക്ക് ഒരു സ്റ്റാഫ് വന്നിട്ട് ഷൂട്ടിംഗ് തുടങ്ങാൻ സമയമായി, അതുകൊണ്ട് മിസ്റ്റർ ബാങ് വരാൻ പറയുകയാണ്. മിസ്റ്റർ ബാങ് ആണെങ്കിൽ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് സോഹിങ്ങിൻ്റെ ഹേനയുടെ ഷൂട്ടിംഗ് സീനാണ്. അങ്ങനെ ഷൂട്ടിംഗ് കഴിഞ്ഞതും നമ്മുടെ സോഹിങ് ആണെങ്കിൽ മിസ്സസ് ഗോങ്ങിൻ്റെ അടുത്ത് യിങ്സങ് എവിടെയെന്ന് ചോദിക്കുകയാണ്. മിസ്സസ് ഗോങ് ആണെങ്കിൽ അവളിപ്പോൾ ഇവിടെ നിന്ന് പോയുള്ളൂ, അവൾക്ക് ആരുടെ കോള് വന്നായിരുന്നു. ഇവിടെ നിന്ന് വെച്ചൊരു സ്റ്റാഫാണെങ്കിൽ നീ ഇത് ആരുടെ കാര്യമാണ് ചോദിക്കുന്നത്? 100 പ്രോമിസിൽ നേരത്തെ ഉണ്ടായ ആ ട്രെയിനിനെ പറ്റിയാണോ? അവൾ ശരിക്കും നിൻ്റെ മാനേജറാണോ? നിങ്ങളുടെ കമ്പനി അവളുടെ ഡെബ്യൂക്ക് മുമ്പേ പ്രൊമോട്ട് ചെയ്തൊക്കെയാണ് മാനേജറായിട്ട്. സോഹിങ് ആണെങ്കിൽ അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയുകയാണ്. ആ സ്റ്റാഫാണെങ്കിൽ യിങ്സങ് സോൾ ഗ്രൂപ്പിൻ്റെ ഗോഫറാകുന്ന വേസ്റ്റാണെന്ന് എനിക്ക് തോന്നുന്ന. സോഹിങ് ആണെങ്കിൽ ഈ ഗോഫറിൻ്റെ അർത്ഥം എന്താ? മിസ്സിസ് ഗോങ് ആണെങ്കിൽ ആ സ്റ്റാഫിൻ്റെ അടുത്തായി പറയുകയാണ്, ഇവ മംഗോളിയയിൽ നിന്നും വന്നതാണെന്ന്. സ്റ്റാഫാണെങ്കിൽ സോഹിങ്ങിൻ്റെ അടുത്തായി പറയുകയാണ്, എല്ലാ കാര്യങ്ങളും നോക്കുന്ന ആളാണ് ഈ ഗോഫർ എന്ന് പറയുന്നത്. മിസ്സിസ് ഗോങ് ആണെങ്കിൽ അവളും നല്ലോണം ബുദ്ധിമുട്ടുന്നുണ്ട്. യിങ്സങ് TV ഷോയ്ക്കെല്ലാം പെർഫെക്റ്റാണ്, പക്ഷേ അവളുടെ ടാലൻസ് ഹൈഡ് ചെയ്യുക, അതുകൊണ്ടായിരിക്കും അവൾ ഈ ജോലിയെല്ലാം ചെയ്യുന്നത്. അതും പറഞ്ഞ് നമ്മുടെ മിസ്സിസ് ഗോങ് അവിടെ നിന്ന് പോകുന്നു, കൂടാതെ സ്റ്റാഫും. പിന്നെ കാണിക്കുന്നത് ടിയോനെയും യുൻബിനായിട്ട് വീഡിയോ കോളിൽ സംസാരിച്ചിരിക്കുന്ന യിങ്സങ്ങിനെയാണ്. യുൻബിനാണെങ്കിൽ യിങ്സങ്ങിൻ്റെ അടുത്തായി ഞങ്ങൾക്ക് വേണ്ടി ഒരു ഫണ്ണി ഡാൻസ് കളിക്കാൻ പറയാണ്. യിങ്സങ് ആണെങ്കിൽ യുൻബിൻ്റെ അടുത്തായി നിനക്കറിയാലോ എനിക്ക് ഇവിടെ നിന്ന് ഡാൻസ് കളിക്കാൻ പറ്റില്ല എന്ന്. യുൻബിനാണെങ്കിൽ ഞാനും ടിയോയും കപ്പിൾ ഡാൻസ് കളിക്കാൻ പോകുന്ന, ഞങ്ങൾക്ക് വേറെ ചോയ്സ് ഇല്ല, അതുകൊണ്ടാണ് ഞങ്ങൾ ഫണ്ണി ഡാൻസ് ചൂസ് ചെയ്തത്. ഞാനിപ്പോൾ നിങ്ങൾക്ക് ഫണ്ണി ഡാൻസ് കാണിച്ചു തന്നാൽ നിങ്ങൾ രണ്ടും അത് ചെയ്യുമോ? യുൻബിനാണെങ്കിൽ ഞാൻ എന്തായാലും ഫണ്ണി ഡാൻസ് കളിക്കില്ല, ടിയോ എന്തായാലും കളിക്കും, ഞാൻ ജസ്റ്റ് ഡാൻസ് മാത്രമേ കളിക്കൂ, കാരണം ഇതിന് മുമ്പ് ഇവൻ ഇങ്ങനത്തെ ഡാൻസ് കളിച്ചിട്ടുണ്ട്. പെട്ടെന്ന് നമ്മുടെ ടിയോ യുൻബിനെ നോക്കുകയാണ്. ടിയോ ആണെങ്കിൽ യിങ്സങ്ങിൻ്റെ അടുത്തായി പറയാണ്, ഇവളിപ്പോഴായി പിന്നെ ഇങ്ങനെ വിയേർഡായിട്ടാണ് പെരുമാറുന്നത്, ഇനി നീ ഇവിടെ വല്ല ഹിഡൻ ക്യാമറ വെച്ചിട്ടുണ്ടോ? അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ നീ ഇപ്പം തന്നെ എൻ്റെ അടുത്ത് തുറന്നു പറഞ്ഞു. പെട്ടെന്ന് ഇത് കേട്ട യുൻബിനാണെങ്കിൽ നീ എന്തോ ഈ പറയുന്ന? എനിക്കറിയാം നീ കാണിക്കുന്നതെല്ലാം എൽജയ്ക്കും ഹേലിക്കും എതിരെ ജയിക്കാനല്ലേ. ഇത് കേട്ട യുൻബിനാണെങ്കിൽ നീ പിന്നെ ഹേലിയുടെ കാര്യം എടുത്ത് ഇടുകയാണോ? പിന്നെ അതും പറഞ്ഞ് രണ്ടും കൂടി തല്ലുപിടിക്കുന്നു. ഒരു രണ്ടേരും തല്ലുപിടിക്കുന്നത് യിങ്സങ് ആണെങ്കിൽ നോക്കി നിൽക്കുകയാണ്. പെട്ടെന്ന് യുൻബിനാണെങ്കിൽ ടിയോൻ്റെ അടുത്തായി, നിൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു സോങ് റൈറ്റ് ചെയ്ത് കാണിച്ചാനെ. ടിയോ ആണെങ്കിൽ ഞാൻ നിനക്ക് ഇതിനു മുന്നേ ഒരു പാട്ട് കാണിച്ചു തന്നായിരുന്നല്ലോ, നീ അതിന് ഓക്കെയും പറഞ്ഞു, അത് എഴുതാൻ ഞാൻ എന്തൊരു ഹാർഡ് വർക്ക് ചെയ്ത് നിനക്കറിയോ? അവനാണെങ്കിൽ അതും പറഞ്ഞ് ഫുഡ് കഴിക്കുകയാണ്. ഇത് കേട്ടാൽ നമ്മുടെ യുൻബിനാണെങ്കിൽ നീ ഹാർഡ് വർക്ക് ചെയ്ത കാര്യം പറയല്ലേ, നീ ഈ സോങ് എഴുതാൻ തന്നെ സോഹിങ്ങിൻ്റെ സഹായം തേടിയിട്ടുണ്ടാവും അല്ലേ? ഇത് കേട്ടാൽ നമ്മുടെ ടിയോ ആണെങ്കിൽ അന്ന് നാണം കിടുന്നുണ്ട് ചെറുതായി. പെട്ടെന്ന് അവനാണെങ്കിൽ ഇത് നിൻ്റെ അടുത്ത് ആര് പറഞ്ഞു? അപ്പം അത് ശരിയാണല്ലേ. നമ്മുടെ ടിയോ ആണെങ്കിൽ പ്ലേറ്റ് മാറ്റാൻ നോക്കുന്നുണ്ട്. എന്നിട്ട് നീ അപ്പോൾ ഇവിടെ ഹിഡൻ ക്യാമറ വെച്ചിട്ടുണ്ടല്ലേ. ഇത് കേട്ട യുൻബിനാണെങ്കിൽ നീ പ്ലേറ്റ് മാറ്റാനൊന്നും നോക്കണ്ട. അങ്ങനെ അതും പറഞ്ഞ് പിന്നെ രണ്ടെണ്ണം കൂടി തല്ല് പിടിക്കുന്നുണ്ട്. ഇവരുടെ രണ്ടുപേരുടെ ഈ തല്ലുപിടുത്തം കണ്ട യിങ്സങ് ആണെങ്കിൽ ഞാൻ ഒരു വട്ടം വേണമെങ്കിൽ ഫണ്ണി ഡാൻസ് കാണിച്ചു തരാം എന്നും പറഞ്ഞ് ഡാൻസ് കളിക്കുകയാണ്. ഇതെല്ലാം പിന്നിൽ നിന്ന് നമ്മുടെ സോഹിങ് കാണുന്നുണ്ട്. സോഹിങ് ആണെങ്കിൽ ഇവളെന്തിനാ ഇപ്പം ഇങ്ങനെ ഡാൻസ് കളിക്കണ? സോഹിങ് ആണെങ്കിൽ പെട്ടെന്നൊരു കാര്യം ഓർക്കുകയാണ്. മിസ്സിസ് ഗോങ് പറഞ്ഞത് യിങ്സങ്ങിന് ഒരു നല്ല ടാലൻ്റ് ഉണ്ട്, പക്ഷേ അവൾ അത് ഹൈഡ് ചെയ്യാൻ ഭയങ്കര പാടുപെടുന്നുണ്ട്. ഇതാലോചിച്ച് സോഹിങ് ആണെങ്കിൽ അവളുടെ അടുത്തേക്ക് പോകുന്നു. യിങ്സങ് ഡാൻസ് ചെയ്യുന്ന ടൈമിൽ സോഹിങ്ങിനെ കണ്ടത് പെട്ടെന്ന് അവൾ എക്സസൈസ് ചെയ്യുന്ന പോലെ ആക്ടിങ് ചെയ്യുകയാണ്. ഇത് കണ്ട സോഹിങ് ആണെങ്കിൽ ചിരിച്ചുകൊണ്ട് നിനക്ക് ഡാൻസ് കണ്ടിന്യൂ ചെയ്യാം. ഞാൻ ഡാൻസ് ചെയ്യുകയല്ലായിരുന്നു, എക്സസൈസ് ചെയ്യുകയായിരുന്നു. പിന്നെ കാണിക്കുന്നത് ഐറിബിനെയാണ്. ഐറിബ് ആണെങ്കിൽ ക്യാൻറ്റീനിൽ നിന്ന് ഫുഡ് കഴിക്കുന്ന ടൈമിൽ പെട്ടെന്ന് അവിടേക്ക് ആ ലീഡർ പെങ്കൊച്ച് വരികയാണ്. അവളാണെങ്കിൽ അവൻ്റെ അടുത്തിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. അവളാണെങ്കിൽ ഐറിബിൻ്റെ അടുത്തായി പറയുന്നുണ്ട്, നീ റേഡിയോ സ്റ്റാറിൽ പോകുമ്പോൾ എന്നെപ്പറ്റി പറയണം,
ഞാൻ നിൻ്റെ ഫ്രണ്ടാണെന്നും നിൻ്റെ സ്കൂളിലെ ലോലി ലൈഫ് നിന്നിൽ നിന്നും അകറ്റിയത് ഞാനാണെന്നും എന്നൊക്കെ നീ പറയണം. ഐറിപ്പാണെങ്കിൽ അവളുടെ അടുത്ത് ഞാൻ ലോൺലി അല്ല എന്ന് പറയുകയാണ്. ശരി, പക്ഷേ നീ എല്ലാവരുടെ മുമ്പിൽ കാണിക്കാൻ വേണ്ടിയല്ലേ കൂളായിട്ട് പെരുമാറുന്നത്. അതായിരിക്കും നീ എല്ലാം സമ്മതിച്ചു തരുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു നീ സാഡാണെന്ന്. നീ ഭക്ഷണം കഴിക്കുന്നതോടെ സാഡായിട്ട്. അവളാണെങ്കിൽ അവൻ്റെ അടുത്ത് മര്യാദക്കൊക്കെ ഫുഡ് കഴിക്കാൻ പറയുകയാണ്. നീ എൻ്റെ ഒപ്പം ഇനി ഫെസ്റ്റിവലിന് എൻ്റെ ടീമിൽ പെർഫോമൻസ് ചെയ്യാൻ പോവുകയാണ്. ഞാൻ നിൻ്റെ പേരും സ്റ്റേജിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ കാണിക്കുന്നത് യുങ്സാങ്ങിനെയും സോഹിങ്ങിനെയാണ്. നമ്മുടെ സോഹിങ് ആണെങ്കിൽ നമ്മുടെ യുങ്സാങ്ങിൻ്റെ വീഡിയോ കണ്ട് ചിരിക്കുകയാണ്. ഇത് കണ്ട യുങ്സാങ് ആണെങ്കിൽ പെട്ടെന്ന് ഇനി ഇവന് ഹേനനായിട്ട് സംസാരിക്കുകയാണോ? പെട്ടെന്ന് അവളൊരു കാര്യം ഓർക്കുകയാണ് മിസ്റ്റർ കിം പറഞ്ഞത്. ഇനി അഥവാ അവൻ മൊബൈൽ നോക്കി ചിരിക്കുന്നുണ്ടെങ്കിൽ നീ കൺഫേം ചെയ്തോ, അവർ 70% ഡേറ്റിങ്ങിലായിരിക്കും. ഇതാലോചിച്ച യുങ്സാങ് ആണെങ്കിൽ നമ്മുടെ സോഹിങ്ങിനൊന്ന് തിരിഞ്ഞു നോക്കുകയാണ്. അവൻ പെട്ടെന്ന് തന്നെ മൊബൈൽ മാറ്റുന്നു. ഇത് കണ്ട യുങ്സാങ് ആണെങ്കിൽ പെട്ടെന്ന് വേറൊരു കാര്യം ചിന്തിക്കുകയാണ്. ഇനി അഥവാ അവൻ നിൻ്റെ മുമ്പിൽ വെച്ച് മൊബൈൽ ഹൈഡ് ചെയ്യുകയാണെങ്കിൽ നീ 99% ഉറപ്പിച്ചോ അവരെന്തായാലും ഡേറ്റിംഗ് അയക്കും. അതുകൊണ്ട് നീ സോൾ ഗ്രൂപ്പിനൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഇതാലോചിച്ചിട്ട് നമ്മുടെ യുങ്സാങ് നല്ലോണം ടെൻഷൻ ആവുന്നുണ്ട്. അങ്ങനെ കുറച്ച് കഴിഞ്ഞതും നമ്മുടെ യുങ്സാങ് സോഹിൻ്റെ അടുത്തായി പറയുന്നതിന് കുറച്ച് മെമ്പേഴ്സിൻ്റെ പാർസൽ വന്നിട്ടുണ്ട്, ഞാൻ അത് എടുത്തിട്ട് വരാം, നീ അതുവരെ ഇവിടെ ഇരിക്കുന്നെന്ന് പറഞ്ഞ് അവൾ കാറിൽ നിന്നും ഇറങ്ങുന്നു. നമ്മുടെ സോഹിങ് ആണെങ്കിൽ യുങ്സാങ്ങിനെ വിളിച്ചിട്ട് ഞങ്ങളുടെ ഗോഫറായി നിന്നതിൽ താങ്ക്സ് എന്ന് നമ്മുടെ സോഹിങ് അവളുടെ അടുത്ത് പറയുന്നു. നീ എന്തായി പറയുന്ന? എനിക്ക് നിൻ്റെ അടുത്ത് കുറച്ച് കാര്യം ചോദിക്കാനുണ്ട്. നീ ഞങ്ങളുടെ ഗോഫറായിരിക്കുന്നതിൽ സന്തോഷിക്കുന്നുണ്ടോ? ഇനി തുടർന്നും നീ ഞങ്ങളുടെ ഗോഫറാവുമോ? ഇനി നിനക്കെന്തെങ്കിലും ഡ്രീമുണ്ടോ? യുങ്സാങ് കുറച്ച് സാഡായിട്ട് എനിക്ക് കുറേ ഡ്രീംസ് ഉണ്ട്. പക്ഷേ നീ എന്തിനാ ഇപ്പം എൻ്റെ ബാഡ് മെമ്മറീസിനെ ഓർമ്മിപ്പിക്കുന്നത്? എനിക്ക് നിങ്ങളെപ്പോലെ തന്നെ കുറേ ആഗ്രഹങ്ങളുണ്ട്, പക്ഷേ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതും പറഞ്ഞ് അവൾ പാർസൽ കഴിക്കാൻ വേണ്ടി അവിടെ നിന്ന് പോകുന്നു. നമ്മുടെ സോഹിങ് ആണെങ്കിൽ നിൻ്റെ സ്വപ്നങ്ങൾ നടക്കാൻ വേണ്ടി ഞാനും നിന്നെ സഹായിക്കുമെന്ന് നമ്മുടെ സോഹിങ് മനസ്സിൽ പറയുന്നു. പിന്നെ കാണിക്കുന്നത് അടുത്ത ദിവസത്തെ സീനാണ്. നമ്മുടെ സോഹിങ്ങിൻ്റെയും ഹേനയുടെയും ഇൻ്റർവ്യൂ ആണ് നടക്കുന്നത്. മിസ്സിസ് ഗോങ് ആണെങ്കിൽ അവരുടെ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. നിങ്ങൾ രണ്ടുപേരും സ്വയം എങ്ങനെയാണ് ചാമിങ് ആയെന്ന് കരുതുന്നത്? ഇതിൻ്റെ ആൻസർ ആണെങ്കിൽ നമ്മുടെ ഹേന നല്ലോണം പറയുന്നുണ്ട്. പക്ഷേ സോഹിങ് മനഃപൂർവ്വം എനിക്ക് ഇതിൻ്റെ ആൻസർ പറയാൻ അറിയില്ല, നിങ്ങൾ ഈ ഒരു ചോദ്യം എൻ്റെ മാനേജറുടെ അടുത്ത് ചോദിക്കുമെന്നും പറഞ്ഞ് നമ്മുടെ യുങ്സാങ്ങിനെ അവൻ വിളിക്കുന്നു. യുങ്സാങ് വന്നതും മിസ്സിസ് ഗോങ് ആ ചോദ്യം അവളുടെ അടുത്ത് ചോദിക്കുകയാണ്. അവളാണെങ്കിൽ അതിനുത്തരവും പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് അടുത്ത ഷൂട്ടിൽ നമ്മുടെ ഹേന സോഹിങ്ങിൻ്റെ അടുത്തായി പറയുകയാണ് ഡാൻസ് കളിക്കാൻ. പക്ഷേ സോഹിങ് ആണെങ്കിൽ എനിക്ക് ഡാൻസ് കളിക്കാൻ അറിയില്ല, ഞാൻ എന്തായാലും യുങ്സാങ്ങിനെ വിളിക്കാമെന്ന് പറഞ്ഞ് യുങ്സാങ്ങിനെ വിളിക്കുന്നു. യുങ്സാങ് ആണെങ്കിൽ ഒരു ഫണ്ണി ഡാൻസ് കളിക്കുന്നുണ്ട്, കൂടെ സോഹിങ്ങും. ഇവനെല്ലാം ചെയ്യുന്നത് അവളുടെ ഡ്രീം നടത്തി കൊടുക്കാനാണ്. ഈ ഡാൻസ് കണ്ട സ്റ്റാഫ്സ് ആണെങ്കിൽ അവിടെ കിടന്ന് ചിരിക്കുന്നുണ്ട്. അങ്ങനെ ഡാൻസ് എല്ലാം കഴിഞ്ഞത് നമ്മുടെ യുങ്സാങ് ഒരു സ്ഥലത്ത് പോയിരിക്കുന്നു. അവളാണെങ്കിൽ ഇന്ന് എന്ത് നല്ല കാലാവസ്ഥയാണ്. പെട്ടെന്ന് അവിടേക്ക് 2 സ്റ്റാഫ് വന്നിട്ട് മാഡം നിങ്ങളുടെ ഡാൻസ് കൊള്ളായിരുന്നെന്ന് പറഞ്ഞ് ആ 2 സ്റ്റാഫ്സ് അവിടെ നിന്ന് പോകുന്നു. പക്ഷേ അവരാണെങ്കിൽ നമ്മുടെ യുങ്സാങ്ങിനെ കളിയാക്കുന്നുണ്ട്. പെട്ടെന്ന് യുങ്സാങ്ങിനാണെങ്കിൽ മിസ്റ്റർ കിമ്മിൻ്റെ കോൾ വരുന്നു. മിസ്റ്റർ കിം ആണെങ്കിൽ നീ എന്തായി കാണിക്കുന്നത്? ഞാൻ നിൻ്റെ അടുത്ത് സോൾ ഗ്രൂപ്പിൻ്റെ അക്കൗണ്ടിൻ്റെ കാര്യം ശരിയാക്കാൻ പറഞ്ഞല്ലേ? ഐറിബിൻ്റെയും യുൻബോൻ്റെയും ബാങ്ക് അക്കൗണ്ടിൻ്റെ പ്രോസസ്സ് ഒന്നും ശരിയാവുന്നില്ല, അതാണ് ഞാൻ നിന്നെ വിളിച്ചത്. അതുമല്ല, ഞാൻ ഇന്നലെ കുറച്ച് ന്യൂസ് അറിഞ്ഞായിരുന്നു. ഇന്നലത്തെ ബ്രോഡ്കാസ്റ്റിന് ശേഷം കുറച്ച് പേര് എൻ്റെ അടുത്ത് പറഞ്ഞു നിനക്ക് ഈ TV ഷോൻ്റെ ഇടയ്ക്ക് കയറുന്നത് ഷോക്കാണെന്ന്. അത് സത്യമാണോ? പിന്നെ ഇന്ന് എനിക്ക് ഒരു ന്യൂസ് അറിയാൻ കിട്ടി, നിൻ്റെ ഷൂട്ടിങ്ങും ഇന്ന് എടുത്തിട്ടുണ്ടെന്ന്. അങ്ങനെയൊന്നുമില്ല, പിന്നെ അക്കൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റ്സിനെ ഞാൻ വിളിച്ച് സംസാരിച്ചോളാം. അവളാണെങ്കിൽ മിസ്റ്റർ കിമ്മിൻ്റെ അടുത്ത് സോറിയും പറയുന്നുണ്ട്. അങ്ങനെ കോള് കട്ട് ചെയ്യുകയാണ്. പെട്ടെന്ന് അവിടേക്ക് സോഹിങ് വരുന്നു. ഇനി കുറച്ച് നേരം കഴിയുമ്പോൾ പിന്നെ ഈ ഷൂട്ടിങ് തുടങ്ങും. എനിക്ക് അവിടെ വന്ന് ഇതൊക്കെ ചെയ്യുന്നതിൽ വളരെയധികം ബുദ്ധിമുട്ട് തോന്നുന്നു. എൻ്റെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു. നീ ഹേനയുടെ റിയാക്ഷൻ കണ്ടിരുന്നോ? അവൾക്ക് ഇത് വളരെയധികം ഇഷ്ടപ്പെട്ടു. യുങ്സാങ് ആണെങ്കിൽ നീ എന്തായാലും ടോപ്പ് സെർച്ചിൽ വരും, പക്ഷേ ഞാൻ എന്തിന്? നിനക്കെന്താ ഞാൻ ജോക്കറായിട്ട് തോന്നുന്നുണ്ടോ? സോഹിങ് ആണെങ്കിൽ ഇല്ല, നീ എനിക്ക് ഒരു ഗോഫറായിട്ടാണ് തോന്നുന്ന. യുങ്സാങ് ആണെങ്കിൽ സോഹിങ്ങിൻ്റെ അടുത്തായി നിനക്കപ്പോൾ എന്നെ ഗോഫറായിട്ടാണോ തോന്നുന്ന? കുഴപ്പമില്ല, എന്നെ കുറച്ച് നേരത്തേക്ക് ഒന്ന് ഒറ്റയ്ക്ക് വിട്ടേക്ക് എന്നും പറഞ്ഞ് ദേഷ്യത്തിൽ അവിടെ നിന്നും എഴുന്നേറ്റ് പോകുന്നു. ഇത് കണ്ട് നമ്മുടെ സോഹിങ് ആണെങ്കിൽ യുങ്സാങ്ങിനെ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. സോഹിങ് ആണെങ്കിൽ അവിടെ നിന്ന് നടന്നതും പെട്ടെന്ന് മിസ്സിസ് ഷൈനിനെയും മിസ്സിസ് ഗോങ്ങിനെയും ആ സ്റ്റാഫിനെയും കാണുകയാണ്. അവരാണെങ്കിൽ യുങ്സാങ്ങിനെ പറ്റിയാണ് സംസാരിച്ചിരിക്കുന്നത്. മിസ്സിസ് ഷൈനി ആണെങ്കിൽ ഈ യുങ്സാങ് എന്തിനാണ് സോഹിങ്ങിൻ്റെ ഹേനയുടെ ഷൂട്ടിങ്ങിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കയറുന്ന? നമ്മൾ കപ്പിൾസിൻ്റെ ഷൂട്ടിംഗ് അല്ലേ എടുക്കുന്നത്? ആ സ്റ്റാഫാണെങ്കിൽ ഈ യുങ്സാങ് ഒരു ജോക്കറാണല്ലേ, അവൾ ഭയങ്കര ഫണ്ണിയാണ്. എന്തായാലും നമ്മുടെ സെറ്റിൽ ഹേനയ്ക്ക് വേണ്ടിയിട്ട് ഒരു ജോക്കർ. മിസ്സിസ് ഗോങ് പെട്ടെന്ന് നമ്മുടെ സോഹിങ് വരുന്നതായി കാണുകയാണ്. അപ്പോൾ തന്നെ മിസ്സിസ് ഗോങ് ആണെങ്കിൽ സ്റ്റാഫ്സിൻ്റെ അടുത്ത് യുങ്സാങ്ങിനെ പറ്റി അങ്ങനെ പറയല്ലെന്ന് പറയുകയാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ യുൻവോനെയാണ്. യുൻവോൻ്റെ അടുത്ത്
ഒരു ഫാൻ ഗേൾ വന്ന് അവൻ്റെ അടുത്തായി സെൽഫി എടുക്കുന്നു. പിന്നെ കാണിക്കുന്നത് നമ്മുടെ സോഹിങ് ആണെങ്കിൽ ഗോഫറിൻ്റെ മീനിങ് സെർച്ച് ചെയ്യുകയാണ്. അതിൻ്റെ അർത്ഥം കിട്ടിയത് ഒരു യൂസ്ലെസ് പെർസൺ എന്നാണ്. അവനാണെങ്കിൽ ബൂഫൻ എന്നുള്ളൊരു മീനിങ്ങും നോക്കുന്നുണ്ട്. അതിൻ്റെ മീനിങ് കണ്ടതും നമ്മുടെ സോഹിങ് ആണെങ്കിൽ സാഡാവുന്നുണ്ട്. കാരണം അവർ യുങ്സാങ്ങിനെ കളിയാക്കുകയാണെന്ന് അവനിക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. പിന്നെ കാണിക്കുന്നത് കാറിലിരിക്കുന്ന യുങ്സാങ്ങിനെയാണ്. അവളാണെങ്കിൽ ഇപ്പോൾ വളരെയധികം സാഡാണ്. യുങ്സാങ് ആണെങ്കിൽ സ്വയം പറയുകയാണ്, ഞാനൊരിക്കലും കരയാൻ പാടില്ല, എൻ്റെ ജോലിയിൽ ഞാൻ ഫോക്കസ് ചെയ്യണം. അവളാണെങ്കിൽ സോൾ ഗ്രൂപ്പിൻ്റെ ഷെഡ്യൂൾസ് എല്ലാം നോക്കുകയാണ്. കൊച്ചാണെങ്കിൽ അത് നോക്കിയിരുന്നത് ഉറങ്ങിപ്പോകുന്നു. ഇതേ സമയം കൊണ്ട് സോഹിങ് ആണെങ്കിൽ യുങ്സാങ്ങിനെ തപ്പി ആ കാറിൻ്റെ അടുത്തേക്ക് വരികയാണ്. അവളാണെങ്കിൽ ഉറങ്ങുകയാണല്ലോ. സോഹിങ് ആണെങ്കിൽ അവളെ തന്നെ നോക്കി നിൽക്കുകയാണ്. പെട്ടെന്ന് നമ്മുടെ സോഹിങ് ആണെങ്കിൽ അവളുടെ തലയിൽ കൈവെക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ യുൻവു അറ്റത്തുനിന്ന് കാണുന്നുണ്ടായിരുന്നു. അവനാണെങ്കിൽ ഒന്ന് ചെറുതായി സാഡാവുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് മിസ്റ്റർ ഗുഹാനാണ്. നമ്മുടെ മിസ്റ്റർ ഗുഹാനാണെങ്കിൽ ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞതും അവിടെ നിന്ന് അങ്ങേര് പാട്ട് പാടുകയാണ്. ഇപ്പോൾ ആ പരിസരത്ത് അങ്ങനെ ആരുമില്ല. പക്ഷേ പെട്ടെന്ന് അവിടേക്ക് മിസ്സിസ് ഷൈനി വരികയാണ്. മിസ്സിസ് ഷൈനിനെ കണ്ടത് മിസ്റ്റർ ഗുഹാനാണെങ്കിൽ ഞാൻ എൻ്റെ തൊണ്ടൊന്ന് ജസ്റ്റ് ശരിയാക്കണമെന്ന് പറഞ്ഞ് അയാളാണെങ്കിൽ അവിടെ നിന്ന് ഓടിപ്പോകുന്നു. ഈ ഒരു സീൻ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് 10 തീരുന്നത്.